നരേന്ദ്രമോദിക്ക് മുന്നിൽ മുട്ടുമടക്കി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ തീരുവ 18% കുറച്ച് ട്രംപ് ഭരണകൂടം ഉത്തരവിറക്കി. $500 ബില്യൺ വ്യാപാരം ഇന്ത്യയുമായി നടത്തുമെന്നും അറിയിച്ചു. അചഞ്ചലമായ പിന്നോട്ടില്ലാത്ത നിലപാടിൽ വൻ വിജയം നേടി നരേന്ദ്രമോദി സർക്കാർ. ഇത് മോദി എന്ന ഉരുക്കു മനുഷ്യന്റെ വിജയം. അദ്ദേഹം ലോകരാജ്യങ്ങൾക്കിടയിൽ കെട്ടിപ്പടുത്ത നയതന്ത്രത്തിന്റെ ഉരുക്കു കോട്ടയുടെ ശക്തി തെളിയുകയാണ്. ട്രംപ് ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ മോദി വെറുതെ ഇരുന്നില്ല. ട്രംപ് ഇല്ലെങ്കിൽ എങ്ങനെ ലോകത്ത് നമ്പർ 1 ആകാം എന്ന് അദ്ദേഹം കണ്ടെത്തി. ഫലമോ നരേന്ദ്രമോദി എന്ന വടവൃക്ഷത്തിനു പിന്നാലെ നെട്ടോട്ടമോടുകയായിരുന്നു ലോക രാഷ്ട്രങ്ങളിലെ നേതാക്കൾ. ഒടുവിൽ കാര്യം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് കളം മാറ്റുകയാണ്. പുതിയ ചട്ടക്കൂടിന് കീഴിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള US തീരുവ 18% കുറയും. ഇത് കൂടുതൽ ആഴത്തിലുള്ള ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനും പ്രധാന മേഖലകളിൽ വിശാലമായ സഹകരണത്തിനും വേദിയൊരുക്കും. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സ്വാഗതം ചെയ്തു. സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ ഇങ്ങനെ: ഇന്ത്യക്കും USA-ക്കും സന്തോഷ വാർത്ത. നമ്മുടെ 2 മഹത്തായ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനുള്ള ഒരു ചട്ടക്കൂടിൽ ഞങ്ങൾ സമ്മതിച്ചു. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിനായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിബദ്ധതയ്ക്ക് ഞാൻ പ്രസിഡന്റ് ട്രംപിന് നന്ദി പറയുന്നു. ഈ ചട്ടക്കൂട് നമ്മുടെ പങ്കാളിത്തത്തിന്റെ വളരുന്ന ആഴം, വിശ്വാസം, ചലനാത്മകത എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യയിലെ കഠിനാധ്വാനികളായ കർഷകർ, സംരംഭകർ, MSME-കൾ, സ്റ്റാർട്ടപ്പ് നവീനർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർക്ക് പുതിയ അവസരങ്ങൾ തുറന്ന് ഇത് മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്നു. ഇത് സ്ത്രീകൾക്കും യുവാക്കൾക്കും വലിയ തോതിലുള്ള തൊഴിലുകൾ സൃഷ്ടിക്കും. ഇന്ത്യയും അമേരിക്കയും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത പങ്കിടുന്നു. ഈ ചട്ടക്കൂട് നമുക്കിടയിൽ നിക്ഷേപ സാങ്കേതിക പങ്കാളിത്തങ്ങളെ കൂടുതൽ ആഴത്തിലാക്കും. ഈ ചട്ടക്കൂട് സ്ഥിരതയുള്ളതും വിശ്വസനീയവുമായ വിതരണ ശൃംഖലകളെ ശക്തിപ്പെടുത്തുകയും ആഗോള വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യും. ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ആഗോള പങ്കാളിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. US വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും ഉണങ്ങിയ ഡിസ്ലർ, ധാന്യങ്ങൾ, മൃഗങ്ങളുടെ തീറ്റയ്ക്കുള്ള ചുവന്ന സ്വർഗം, മരകഷ്ണങ്ങൾ, പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ, സോയാബീൻ എണ്ണ, വൈൻ, സ്പിരിറ്റുകൾ തുടങ്ങി നിരവധി US കാർഷിക ഭക്ഷ്യവസ്തുക്കൾക്കും ഇന്ത്യ തീരുവ കുറയ്ക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 18% തീരുവ ചുമത്തും. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവ രാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇടക്കാല കരാർ പൂർണ്ണമായും ഒപ്പുവെച്ചാൽ ജനറിക് മരുന്നുകൾ, രത്നങ്ങൾ, വജ്രങ്ങൾ, ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള പരസ്പര താരിഫ് US അവസാനിപ്പിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ചില വിമാനങ്ങളുടെയും വിമാനഭാഗങ്ങളുടെയും തീരുവ US നീക്കം ചെയ്യും. 2 രാജ്യങ്ങളുടെയും വ്യാപാരം കൂടുതൽ ദുഷ്കരമാക്കുന്ന താരിഫ് ഇതര തടസ്സങ്ങൾ 2 രാജ്യങ്ങളും പരിഹരിക്കും. ഇത് ഇരു രാജ്യങ്ങളുടെയും ബിസിനസ് സുഗമമാക്കും. US മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന തടസ്സങ്ങൾ ഇന്ത്യ പരിഹരിക്കും. അങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും. US ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശനം വൈകിപ്പിക്കുന്നതോ അളവുകൾ പരിമിതപ്പെടുത്തുന്നതോ ആയ ഇറക്കുമതി ലൈസൻസിംഗ് നിയമങ്ങൾ ഇന്ത്യ റദ്ദാക്കും. US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്ന ദീർഘകാലമായി നിൽക്കുന്ന താരിഫ് ഇതര തടസ്സങ്ങൾ ഇന്ത്യ പരിഹരിക്കുകയും ആ ഇനങ്ങൾക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അടുത്ത 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ US സാധനങ്ങൾ, അതായത് ഊർജ്ജം, വിമാനഭാഗങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, കോക്കിംഗ്, കൽക്കരി എന്നിവ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. ഡാറ്റാ സെന്ററുകൾക്കായുള്ള ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ പോലുള്ള സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം ഇരുപക്ഷവും വർദ്ധിപ്പിക്കുകയും സംയുക്ത സാങ്കേതിക സഹകരണം വികസിപ്പിക്കുകയും ചെയ്യും. വിപണികൾ കൂടുതൽ തുറക്കുന്നതിനായി ഇന്ത്യയും US-ഉം BTA-യുമായി ചർച്ചകൾ തുടരും. ആ BTA ചർച്ചകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നത് തുടരണം എന്ന ഇന്ത്യയുടെ അഭ്യർത്ഥനയും US പരിഗണിക്കും. അങ്ങനെ ഇത് നരേന്ദ്രമോദിയുടെ മാത്രം വിജയമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.